ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണല്ലേ, മഴക്കാലം ആയപ്പോൾ ഈച്ചയുടെ ശല്യം, അതുപോലെ തന്നെ തുണികളൊക്കെ ഉണങ്ങാതായപ്പോൾ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലും, അങ്ങനെ ആകെ വീട്ടിലേക്ക് ഒരാൾ കയറി വരികയെന്നുണ്ടെങ്കിൽ ആകെ വൃത്തിയായിട്ടൊരു സ്മെല്ല് ഉണ്ടാവില്ലേ. അപ്പോൾ ആ സ്മെല്ല് മാറ്റാനായിട്ട് ഒരു ഐറ്റം മാത്രം മതി കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ കിച്ചൺ നല്ലവണ്ണം ക്ലീൻ ചെയ്തിടുക. ജനലിലേക്കൊക്കെ നമ്മളെപ്പോഴും ജനലിൻ്റെ സൈഡിലായിരിക്കും നമ്മുടെ സ്റ്റൗവ് ഉണ്ടാവുക കൂടുതൽ ആൾക്കാരുടെയും. അതുകൊണ്ട് തന്നെ അതിൽ താളിക്കുമ്പോൾ അതിൻ്റെ എണ്ണയും കാര്യങ്ങളൊക്കെ ജനലിലൊക്കെ തെറിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് പിന്നീട് ആ പെയിൻറ്റ് പോകാനൊക്കെ കാരണമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് നല്ലോണം സോപ്പ് ഇട്ടിട്ട് ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ വൃത്തിയായിട്ട് കഴുകുക. അതുപോലെ തന്നെ സ്റ്റൗവ് മിക്ക ദിവസങ്ങളും കഴുകുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അതിൻ്റെ ഓയിലൊക്കെ ഇതുപോലെ നമ്മൾ ഈ ഓൺ ചെയ്യണ ഓഫ് ചെയ്യണ ബട്ടൺ ഇല്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുറേ ദിവസം ആകുമ്പോൾ ആ ഓയിൽ കിടന്നിരുന്നിട്ട് അതൊരു ഗമ്മ് പോലെ പശ പോലെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ സോപ്പിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വാൾട്ടയിലായാലും എല്ലാം നല്ലോണം ക്ലീനാക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കുറേ നാളാകുമ്പോൾ അത് ഒരുപാടായിട്ട് കറ പോലെ കിടക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലോണം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എത്രയൊക്കെ കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചെടുത്താലും സ്റ്റൗവ് ചെറുതായിട്ടൊരു മങ്ങലുണ്ടാവില്ലേ, തുടച്ചെടുത്ത ആ ഒരു തിളക്കം ഉണ്ടാവില്ല. അപ്പോൾ ആ തിളക്കം വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടും കംഫർട്ട് മാത്രം മതി കേട്ടോ. കംഫർട്ടിൽ ഇപ്പോൾ ഒരുപാട് മണങ്ങളുള്ളതുണ്ട് കേട്ടോ. അതിൽ ബ്ലൂവും ഞാനിവിടെ കാണിക്കുന്ന ഈ ഒരു ബ്ലാക്കുമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നല്ല മണമുള്ളത്. ബാക്കി ആ റോസ് ഉള്ളത് അധികം മണമുള്ളതായി തോന്നിയിട്ടില്ല കേട്ടോ. ഇത് രണ്ടും നല്ല ഗുഡ് സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിക്കുക. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റൗവിൻ്റെ പുറത്തൊക്കെ ഇതുപോലെ തെളിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇത് തെളിച്ച് കഴിഞ്ഞിട്ട് തുടയ്ക്കുകയെന്നുണ്ടെങ്കിൽ നല്ല തിളക്കം കേട്ടോ സ്റ്റൗവ്. നിങ്ങൾ ഒരു തവണ ചെയ്ത് നോക്കൂ, വെറുതെ ആണെന്ന് തോന്നണ്ട. ഒരു തവണ നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റം എന്തായാലും അറിയാൻ പറ്റും. നല്ല തിളക്കമുണ്ട് കേട്ടോ. എൻ്റെ സ്റ്റൗവ് കാണാനായിട്ട് നേരത്തെക്കാളും നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജനലിലും എല്ലായിടത്തേക്കും ആ ഒരു കംഫർട്ട് കലക്കിയ മിക്സില്ലേ അത് ഞാൻ എവിടെയൊക്കെ തെളിച്ച് കൊടുത്തിട്ടാണ് തുടയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കിച്ചൺ നല്ല സ്മെല്ലായിരിക്കും. അതുപോലെ നിങ്ങൾ വേസ്റ്റ് ഇടുന്ന പാത്രം കൂടുതലും പുറത്ത് അപ്പം തന്നെ കളയാൻ നോക്കുക. പിന്നെ ചെറിയ പാത്രം വെച്ച് കൊടുക്കുക കേട്ടോ വേസ്റ്റ് ഇടാനായിട്ട്. ഒരുപാട് വലുത് വെക്കുമ്പോൾ കാലത്തുള്ള വേസ്റ്റൊക്കെ പിന്നെ കളയാമെന്ന് കരുതിയിട്ട് വൈകുന്നേരം വരെ ആവും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം കളയാമെന്ന് വിചാരിക്കും. അപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കുമ്പോൾ സ്മെല്ലാവും. അതുപോലെ തന്നെ ഈ നമ്മൾ മുഖം നോക്കുന്ന ഗ്ലാസ് ഇല്ലേ, അതിലേക്കും ഞാൻ കംഫർട്ടിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം തുടയ്ക്കുന്നുണ്ട്. ഈ തുടച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിയർ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടൊരു സൂത്രം പേപ്പർ ഇല്ലേ, ന്യൂസ് പേപ്പർ, അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് അമർത്തി തുടയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പുതിയ ഗ്ലാസ് മേടിച്ച് അത്രയും ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കർട്ടനിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ കംഫർട്ട് കലക്കിയ വെള്ളം കേട്ടോ ബെഡിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അയൺ ചെയ്യുന്ന സമയത്ത് ആ ഡ്രസ്സിൽ ഇത് സ്പ്രേ ചെയ്തിട്ട് അയൺ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഡ്രസ്സും നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ എല്ലായിടത്തും നിങ്ങൾക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ടി വി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ സെറ്റ് ആണെന്നുണ്ടെങ്കിലും തുടയ്ക്കാൻ പറ്റിയ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് ഒഴിച്ചിട്ട് തുടയ്ക്കുകയെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ ബ്ലാക്കും ബ്ലൂവും മാറ്റി മാറ്റി മേടിക്കാൻ നോക്കുക കേട്ടോ. അതാവുമ്പോൾ നിങ്ങൾക്ക് ഒരേ സ്മെല്ലാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിച്ച് തുടങ്ങും. ഞാൻ തുടയ്ക്കുമ്പോഴും ഒക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ തുടയ്ക്കുക. അപ്പോൾ വീടൊക്കെ നല്ല സ്മെല്ലായിരിക്കും. അതുപോലെ റൂമിലൊക്കെ കുറച്ച് ചെറിയൊരു ബോട്ടിലിൽ കംഫർട്ടും കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ചെറിയൊരു ടിന്നിലാക്കിയിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ മൂടി ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ തട്ടിക്കളയുന്നുണ്ടെങ്കിൽ മൂടിയിട്ടിട്ട് ആ മൂടിയിൽ ഹോൾസ് ഉണ്ടാക്കിയിട്ട് വെച്ചാലും മതി. അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും. ഇല്ലെങ്കിൽ ഒരു കോട്ടൺ ബോളിൽ കംഫർട്ട് വെള്ളം ഇല്ലാതെ തന്നെ കുറച്ച് ഒഴിച്ചിട്ട് അത് കൊണ്ട് വെച്ചാലും മതി. ഏതെങ്കിലും ഒരു കോർണറിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും. വാഷ് ബേസിനിൽ പിന്നെ എത്ര ചെയ്തിട്ടും കാര്യമില്ല, ഓരോ തവണ കഴുകുമ്പോഴും പോകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സാധനമില്ലേ ഇത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ അതിട്ട് കൊടുക്കുക. അതുപോലെ കിച്ചണിൽ തുടയ്ക്കുന്ന തുണികൾ എപ്പോഴും സോപ്പിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കി വെക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാഡ് സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.